ലോകം മുഴുവൻ ആശങ്കയോടെ ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ് ട്രംപ് ഗ്രീൻലാൻഡ് പിടിച്ചടക്കുമോ എന്നുള്ളത്. ഇപ്പോൾ ഇതാ ഗ്രീൻലാൻഡിലെ ജനങ്ങൾ ട്രംപിനെതിരെ വലിയ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരികയാണ്. ഇതിന്റെ വിശദാംശങ്ങൾ നമ്മൾക്കൊന്ന് പരിശോധിക്കാം. ഗ്രീൻലാൻഡ് വിൽപ്പനയ്ക്കില്ല എന്ന പ്ലക്കാർഡും ഉയർത്തിയാണ് ജനങ്ങൾ മഞ്ഞുമൂടിയ തെരുവുകളിലിറങ്ങി പ്രതിഷേധിക്കുന്നത്. ഗ്രീൻലാൻഡിൻ്റെ സ്വയംഭരണം സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യം മുഴക്കി കഴിഞ്ഞ ദിവസം US കോൺസുലേറ്റിലേക്ക് ജനങ്ങൾ മാർച്ച് നടത്തി. പ്രതിഷേധത്തിൽ വൻ ജനപങ്കാളിത്തമാണ് ഉണ്ടായത്. ഗ്രീൻലാൻഡ് വിൽപ്പനയ്ക്ക് വെച്ചിട്ടില്ല, കീഴടങ്ങില്ല, പോരാട്ടം തുടരും തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ പ്രതിഷേധക്കാർ മുഴക്കി. സ്വയംഭരണത്തെ അട്ടിമറിക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നത്. എന്തു വില കൊടുത്തും ട്രംപിൻ്റെ നീക്കങ്ങളെ ചെറുക്കുമെന്ന് പ്രധാനമന്ത്രി ജെൻസ് ഹെഡ്രിക് നെൽസൺ പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ് ഫിൻലാൻഡ്. നാറ്റോ രാജ്യമായ ഡെൻമാർക്കിൻ്റെ നിയന്ത്രണത്തിലുള്ള ഭൂപ്രദേശമാണിത്. ദ്വീപിൻ്റെ നിയന്ത്രണം US വേണമെന്നാണ് ട്രംപ് ആവശ്യപ്പെടുന്നത്. പൂർണ്ണ നിയന്ത്രണം വേണമെന്നാണ് ട്രംപിൻ്റെ നിലപാട്. ഗ്രീൻലാൻഡ് ഏറ്റെടുക്കുന്ന നീക്കത്തിനെ എതിർക്കുന്ന രാജ്യങ്ങൾക്ക് തീരുവ ചുമത്തുമെന്ന ഭീഷണിയും ട്രംപ് മുഴക്കി. അതിനിടെ ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാൻ സൈനിക നടപടികളിലേക്ക് ട്രംപ് കടക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നു. ട്രംപിൻ്റെ നീക്കത്തിനെതിരെ ഡെൻമാർക്കിനൊപ്പം യൂറോപ്യൻ രാജ്യങ്ങളും രംഗത്ത് വന്നു. നാറ്റോയിലെ മറ്റ് സഖ്യകക്ഷികളുടെ സഹകരണത്തോടെ ഗ്രീൻലാൻഡിൽ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുമെന്നും ഡെൻമാർക്ക് പ്രഖ്യാപിച്ചു. പിന്നാലെ ഫ്രാൻസ്, ജർമ്മനി, നെതർലൻഡ്സ്, ഫിൻലാൻഡ്, നോർവേ, സ്വീഡൻ എന്നീ രാജ്യങ്ങൾ ദ്വീപിൽ സൈന്യത്തെ വിന്യസിക്കുമെന്ന് അറിയിച്ചു. US ഗ്രീൻലാൻഡിൽ കണ്ണുവയ്ക്കാൻ എന്താണ് കാരണം? എണ്ണ, പ്രകൃതിവാതകം, അപൂർവ ധാതുക്കൾ തുടങ്ങിയ പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമാണ് ഗ്രീൻലാൻഡ്. വടക്കേ അമേരിക്കയ്ക്കും ആർട്ടിക് മേഖലയ്ക്കും ഇടയിലാണ് ഗ്രീൻലാൻഡ് സ്ഥിതി ചെയ്യുന്നത്. തന്ത്രപ്രധാന സൈനിക മേഖലയായി ഇതിനെ ഉപയോഗിക്കാമെന്നതും US നീക്കങ്ങൾക്ക് പിന്നിലുള്ള കാരണങ്ങളിലൊന്നാണ്. സുരക്ഷാ താൽപ്പര്യം മുൻനിർത്തിയാണ് ഗ്രീൻലാൻഡിൻ്റെ നിയന്ത്രണം ആവശ്യപ്പെടുന്നതെന്നാണ് ട്രംപിൻ്റെ വാദം. ഈ മേഖലയിൽ റഷ്യൻ, ചൈനീസ് കപ്പലുകളുടെ സാന്നിധ്യം വർദ്ധിച്ചെന്നും ട്രംപ് ആരോപിക്കുന്നു. എന്നാൽ ട്രംപിൻ്റെ ആരോപണം ഡെൻമാർക്ക് തള്ളിക്കളഞ്ഞിട്ടുണ്ട്.